ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസക്തമായ പോയിന്റ്സ്. 32ാമത് ഒളിമ്പിക്സാണ് ടോക്കിയോയിൽ നടന്നത്. ഉദ്ഘാടനം 2021 ജൂലൈ 23. പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 206. ഭാഗ്യചിഹ്നം മിറൈറ്റോവ. ഒളിമ്പിക്സ് മുദ്രാവാക്യം വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച്. കീറ്റിയൂസ്, ഓൾട്ടിയൂസ്, ഫോർട്ടിയൂസ്, കമ്മ്യൂണിസ് എന്നാണ്. ഇതിൽ കമ്മ്യൂണിസ് എന്ന പദം ഇപ്പോൾ കൂട്ടിച്ചേർത്തതാണ്. അതായത് കീറ്റിയൂസ്, ഓൾട്ടിയൂസ്, ഫോർട്ടിയൂസ് എന്ന മുൻപത്തെ മുദ്രാവാക്യത്തിനോടൊപ്പം ഒരു ഹൈഫിനു ശേഷം കമ്മ്യൂണിസ് എന്ന പദവും കൂട്ടിച്ചേർത്തു. ഇതിൻ്റെ അർത്ഥം കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച് എന്നാണ്. ഇംഗ്ലീഷിൽ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ എന്നാണ് ഈ ലാറ്റിൻ വാക്യത്തിൻ്റെ അർത്ഥം. ലാറ്റിൻ പദങ്ങളാണ് കീറ്റിയൂസ്, ഓൾട്ടിയൂസ്, ഫോർട്ടിയൂസ്, കമ്മ്യൂണിസ് എന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ. ആകെ കായിക ഇനങ്ങളുടെ എണ്ണം 33. പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുടെ എണ്ണം 127. മലയാളികളായ കായിക താരങ്ങൾ 9 പേർ. ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചത് നറുഹിതു, ജപ്പാൻ ചക്രവർത്തി. ഉദ്ഘാടന ദീപം തെളിയിച്ചത് നവോമി ഒസാക്ക, ജാപ്പനീസ് ടെന്നീസ് താരമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് മേരി കോം, മൻപ്രീത് സിംഗ് എന്നിവരാണ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ബജ്രംഗ് പൂനിയ. മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 21. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്ക്. ഇന്ത്യ അറ്റ് ടോക്കിയോ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിലേത്. 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും സഹിതം ഇന്ത്യയുടെ ആകെ നേട്ടം 7 മെഡലുകളായിരുന്നു. മെഡൽ പട്ടികയിൽ 48ാം സ്ഥാനം. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരങ്ങളും അവരുടെ ഇനങ്ങളും. നീരജ് ചോപ്ര, ജാവലിൻ ത്രോ, സ്വർണ്ണ മെഡൽ. ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഹരിയാന സ്വദേശിയാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 2ാമത്തെ വ്യക്തിഗത സ്വർണം. ആദ്യത്തേത് അഭിനവ് ബിന്ദ്ര, ഷൂട്ടിങ്ങിന് ലഭിച്ച സ്വർണ്ണ മെഡൽ. 2008 ബീജിംഗ് ഒളിമ്പിക്സിലായിരുന്നു അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയത്. ഫൈനലിൽ 87.58 മീറ്റർ ദൂരം കണ്ടെത്തിയാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. മീരാബായ് ചാനു, ഭാരോദ്വഹനം, വെള്ളി മെഡൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ. മണിപ്പൂർ സ്വദേശിനിയാണ്. 49 കിലോഗ്രാം ഭാരോദ്വഹന വിഭാഗത്തിൽ 202 കിലോഗ്രാം ഉയർത്തി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ 69 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലം നേടിയ കർണം മല്ലേശ്വരിക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ഭാരോദ്വഹനത്തിൽ മെഡൽ നേടുന്നത്. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന 2ാമത്തെ വനിതയാണ് മീരാബായ് ചാനു. ആദ്യ വനിത PV സിന്ധു, ബാഡ്മിൻ്റൺ 2016 റിയോ ഒളിമ്പിക്സിൽ നേടിയത്. രവികുമാർ ദാഹിയ, ഗുസ്തി, വെള്ളി മെഡൽ. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം ഗുസ്തിയിൽ വെള്ളി നേടി. ഹരിയാന സ്വദേശിയാണ്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ. ആദ്യത്തേത് സുശീൽ കുമാറാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് സുശീൽ കുമാർ വെള്ളി മെഡൽ നേടിയത്. PV സിന്ധു, ബാഡ്മിൻ്റൺ സിംഗിൾസ്, വെങ്കല മെഡൽ. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ചൈനയുടെ ഹിബിങ് ജിയോവോയെ പരാജയപ്പെടുത്തി. വ്യക്തിഗത ഇനത്തിൽ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരവും ആദ്യ ഇന്ത്യൻ വനിതയുമാണ് സിന്ധു. ആദ്യത്തേത് സുശീൽ കുമാർ, വെള്ളി 2012 ലണ്ടൻ, വെങ്കലം 2008 ബീജിംഗ്. 2016 റിയോ ഒളിമ്പിക്സിൽ PV സിന്ധു വെള്ളി മെഡൽ നേടിയിരുന്നു. ഇപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും നേടി. ലവ്ലീന ബോഗോഹെയ്ൻ, ബോക്സിംഗ്, വെങ്കല മെഡൽ. വനിതകളുടെ 69 കിലോഗ്രാം വെൽറ്റർ വെയ്റ്റ് ബോക്സിംഗ് വിഭാഗത്തിൽ വെങ്കല മെഡൽ. ഇന്ത്യയ്ക്കായി ഒളിമ്പിക് മെഡൽ നേടുന്ന 3ാമത്തെ ബോക്സിംഗ് താരം. വിജേന്ദർ സിംഗ് 2008, മേരി കോം 2012 എന്നിവരാണ് ഇതിനു മുമ്പ് ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾ. ബജ്രംഗ് പൂനിയ, ഗുസ്തി, വെങ്കല മെഡൽ. ഗുസ്തിയിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടുന്ന 6ാമത്തെ താരമാണ് ബജ്രംഗ് പൂനിയ. പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഗുസ്തിയിൽ കസാഖിസ്ഥാന്റെ ദൗലത് നിയോസ്ബെക്കോവിനെ വീഴ്ത്തിയാണ് പൂനിയ മെഡൽ പട്ടികയിൽ ഇടം നേടിയത്. പുരുഷ ഹോക്കി ടീം, വെങ്കല മെഡൽ. 41 വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഇന്ത്യ ഹോക്കിയിൽ മെഡൽ നേടുന്നത്. വെങ്കല മെഡൽ പോരാട്ടത്തിൽ ജർമ്മനിയെ 4-നെതിരെ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യ മെഡൽ നേടിയത്. 1980 മോസ്കോ ഒളിമ്പിക്സിലെ സ്വർണമാണ് ഇതിനു മുമ്പ് ഇന്ത്യയുടെ അവസാന ഒളിമ്പിക് മെഡൽ നേട്ടം. ഒളിമ്പിക് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഇന്ത്യ. 8 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം. 49 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ കേരളത്തിന് മെഡൽ നേട്ടം. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായ മലയാളി താരം PR ശ്രീജേഷിലൂടെയാണ് ഈ മെഡൽ നേട്ടം.
ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്, 1972 മ്യൂണിക് ഒളിമ്പിക്സ്, വെങ്കല മെഡൽ. ഒളിമ്പിക്സിൽ തിളങ്ങിയ മറ്റ് ഇന്ത്യൻ താരങ്ങൾ. വനിതകളുടെ ഗോൾഫ് വ്യക്തിഗത സ്ട്രോക്ക് പ്ലേയിൽ 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം അദിതി അശോക്. പുരുഷന്മാരുടെ ലൈറ്റ് വെയ്റ്റ് ഡബിൾ സ്കൾസ് തുഴച്ചിൽ മത്സരത്തിൽ ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീം അർജുൻ ലാൽ ജത്ത്, അരവിന്ദ് സിംഗ് സഖ്യം. ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക് ഫെൻസിംഗിൻ്റെ 2ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം ഭവാനി ദേവി, തമിഴ്നാട് സ്വദേശിനിയാണ്. 4x400 മീറ്റർ റിലേയിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയ ഇന്ത്യൻ പുരുഷ ടീം മുഹമ്മദ് അനസ് യഹിയ, നോഹ നിർമ്മൽ ടോം, ആരോഗ്യ രാജീവ്, അമോജ് ജേക്കബ്. വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം കമൽ പ്രീത് കൗർ. 2020 ടോക്കിയോ ഒളിമ്പിക്സ് മെഡൽ പട്ടിക. ആദ്യ 1, 2, 3, 4 സ്ഥാനങ്ങളും ഇന്ത്യയുടെ സ്ഥാനവും. സ്ഥാനം 1 അമേരിക്കയാണ്. സ്വർണം 39 സ്വർണം, 41 വെള്ളി, 33 വെങ്കലം. ആകെ മെഡലുകളുടെ എണ്ണം 113. 2ാം സ്ഥാനം ചൈനയാണ്. 38 സ്വർണം, 32 വെള്ളി, 18 വെങ്കലം. ആകെ മെഡലുകൾ 88. 3ാം സ്ഥാനം ജപ്പാൻ. 27 സ്വർണം, 14 വെള്ളി, 17 വെങ്കലം. ആകെ മെഡലുകളുടെ എണ്ണം 58. 4ാം സ്ഥാനം ഗ്രേറ്റ് ബ്രിട്ടൻ. 22 സ്വർണം, 21 വെള്ളി, 22 വെങ്കലം. ആകെ മെഡലുകളുടെ എണ്ണം 65. ഇന്ത്യയുടെ സ്ഥാനം 48ാമതാണ്. സ്വർണം 1, 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം. അങ്ങനെ ആകെ 7 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് മറ്റ് പ്രധാന വിവരങ്ങൾ. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഹെൻ സെസർ, സിറിയൻ ടേബിൾ ടെന്നീസ് താരം. 12 വയസ്സാണ് പ്രായം. ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിൻ്റെ ഇന്ധനം ഹൈഡ്രജൻ. ആദ്യമായാണ് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ ഫൈൻ ഡി ദത്തൻ. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഒളിമ്പിക്സ് മത്സര ഇനങ്ങളിൽ നിന്ന് പിന്മാറിയ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം സിമോൺ ബെയിൽസ്. ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്ററിൽ ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടിയത് ഇലൈൻ തോംസൺ, ജമൈക്ക, 10.61 സെക്കൻഡ്. 33 വർഷം പഴക്കമുള്ള ഫ്ലോറൻസ് ഗ്രിഫിത്ത് ജോയ്നറുടെ ഒളിമ്പിക് റെക്കോർഡാണ് തകർത്തത്. ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് ലാമൺ മാർസൽ ജേക്കബ്, ഇറ്റലി. സമയം 9.80 സെക്കൻഡ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഏറ്റവും അധികം മെഡലുകൾ നേടിയ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആലിസൺ ഫെലിക്സ്, 11 മെഡലുകൾ. വനിതകളുടെ ട്രിപ്പിൾ ജമ്പിൽ ലോക റെക്കോർഡ് നേടിയ താരം യുളിമർ റോജേഴ്സ്, വെനിസ്വേലൻ താരമാണ്. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടുന്ന വനിതാ നീന്തൽ താരമെന്ന റെക്കോർഡ് നേടിയത് എമ്മ മിക്യോൺ, ഓസ്ട്രേലിയ, 7 മെഡലുകൾ. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സ്വർണ്ണ മെഡൽ പങ്കുവച്ചത് മുംതാസ് എസ ബർഷിം, ഖത്തർ സ്വദേശി, ജിയാൻ മാർക്കോ ടംബറി, ഇറ്റലി. ഒളിമ്പിക് യോഗ്യത നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ അത്ലീറ്റ് ലോറൽ ഹുബാർഡ്, ന്യൂസിലൻഡ് താരം. തുടർച്ചയായി 8 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ആദ്യ അത്ലീറ്റ് ജെസ്യൂസ് ഏഞ്ചൽ ഗാർഷ്വ. 2024 ഒളിമ്പിക്സ് വേദി ഫ്രാൻസിലെ പാരീസ്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചലസ്, USA. 2032 ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ.